ഹാജത്ത് പൂർത്തീകരണത്തിന്, ആവശ്യ നിർവഹണത്തിന് 4 അമലുകൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം. ഈ 4 അമലുകളിൽ ഏതെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ 4 അമലും കൂടെ ചെയ്യാൻ കഴിയുന്നുണ്ട് എങ്കിൽ നമ്മുടെ മനസ്സിൽ ഉദ്ദേശിച്ച ഹാജത്തുണ്ടല്ലോ അത് നിറവേറി കിട്ടുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചെന്ന അത്ഭുതപ്പെടുത്തുന്ന, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു 4 അമലുകൾ ഇൻഷാ അല്ലാഹ് വീഡിയോ മുഴുവൻ കേട്ട് നോക്കിയാലേ ഏതൊക്കെയാണ് അമലുകളെന്ന് മനസ്സിലാവുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഒരുപാട് ആവശ്യങ്ങളുള്ളവരില്ലേ, കടങ്ങൾ പേറി നടക്കുന്നവരില്ലേ, വീടില്ലാത്തവരില്ലേ, ജോലി ശരിയാകാത്തവരില്ലേ, വിവാഹം ശരിയാകാത്തവരില്ലേ, തുടങ്ങി ഒട്ടനവധി ആവശ്യങ്ങളുള്ളവരെ. ഇപ്പം ഞാനും ഈ കേൾക്കുന്ന നിങ്ങളാണെങ്കിലും പല ആവശ്യങ്ങളുള്ളവരാണ്. ഇൻഷാ അല്ലാഹ് എല്ലാം വീടി കിട്ടാൻ, നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് കിട്ടാൻ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന അമലാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കൊന്ന് പറയാം. വീഡിയോ മുഴുവൻ കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. എല്ലാവർക്കും റാഹത്താണ്, സന്തോഷമാണ്, സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു. കരളിൻ്റെ കഷ്ണങ്ങളായ പ്രിയപ്പെട്ട എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മമാർ, സഹോദരിമാർ, സഹോദരങ്ങൾ, എല്ലാ സമയത്തും വിളിച്ച് ഉസ്താദെ ദുആരക്കണേന്ന് ദുആ വസിയത്ത് ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, അള്ളാഹു എല്ലാവർക്കും നീ ഖൈർ നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്. നമ്മളൊക്കെ ഒരുപാട് മുറാദുകൾ കൽബിൽ വെച്ച് നടക്കുന്നവരാണ്, ഒരുപാട് ആവശ്യങ്ങളുള്ളവരാണ്, ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി, ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി പലതും ചെയ്യുന്നവരാണ്. അള്ളാഹു ഹലാലായ മാർഗ്ഗങ്ങളിലൂടെ, അള്ളാഹു അനുവദിച്ച മാർഗ്ഗങ്ങളിലൂടെ, ശരീഅത്തിൻ്റെ മാർഗ്ഗങ്ങളിലൂടെ നമ്മുടെ കാര്യങ്ങളൊക്കെ റാഹത്താക്കി എടുക്കാൻ, ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ചെടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിന് ഏറ്റവും നല്ല വഴി ഏതാണ് എന്ന് ചോദിച്ചാൽ, അള്ളാഹു പഠിപ്പിച്ചു തന്ന, വിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ചു തന്ന ഒരുപാട് ദിക്റുകളും അതുപോലെ ആയത്തുകളും ഖുർആനുകളും സൂറത്തുകളും ഒക്കെ ഉണ്ട് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ. അതുപോലെ തന്നെ അസ്മാഉൽ ഹുസ്നയിൽ ഒരുപാട് ഇസ്മുകൾ അതിനുള്ള ഫലം നൽകുന്നതുണ്ട്. ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി വ്യത്യസ്തങ്ങളായ മാർഗ്ഗങ്ങളിലൂടെ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാം. ഇന്ന് ഇൻഷാ അല്ലാഹ് ഞാനൊരു 4 അമലുകൾ പറഞ്ഞുതരാം. ആ കൂട്ടത്തിൽ ദുആ ചെയ്യാനുള്ളതുണ്ട്, ഇസ്മു ചൊല്ലാനുള്ളതുണ്ട്, അതുപോലെ തന്നെ ദിക്ർ ചൊല്ലാനുള്ളതുണ്ട്, അതുപോലെ തന്നെ സൂറത്ത് ഓതാനുള്ളതുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്തങ്ങളായ രൂപത്തിൽ നമുക്ക് അമല് ചെയ്യാനുള്ളത്, അത് ഏതാണോ നമുക്ക് പറ്റുന്നത്, ചെയ്യാൻ എളുപ്പമുള്ളത് അത് ചെയ്താൽ മതി. 4 കൂടെ ഒന്ന് ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല ഇൻഷാ അല്ലാഹ്. അതിൽ ഒന്നാമത്തെ സംഗതി ഇസ്തിഗ്ഫാറിൻ്റെ അമലാണ്. ഇസ്തിഗ്ഫാറിൻ്റെ അമൽ, ഇസ്തിഗ്ഫാർ കൊണ്ടൊരു അമൽ. ഏതാണത്? ദിവസേന ചെല്ലേണ്ട ഒരു രൂപം ഞാൻ പറഞ്ഞുതരാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം നമുക്കറിയുന്ന ഒരു ഇസ്തിഗ്ഫാറാണ്. ഇനി അതല്ല മറ്റേതെങ്കിലും ഇസ്തിഗ്ഫാർ അറിയുമെങ്കിൽ അത് ചൊല്ലാം. അസ്തഗ്ഫിറുല്ലാഹ റബ്ബി മിൻ കുല്ലി ദംബിൻ വഖതിയത്തിൻ വഅതൂബു ഇലൈഹി. ഇങ്ങനെ തുടങ്ങിയ വ്യത്യസ്തങ്ങളായ ഇസ്തിഗ്ഫാറുകളൊക്കെ നമുക്ക് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. അപ്പോൾ ഏതെങ്കിലും ഒരു ഇസ്തിഗ്ഫാർ ഒന്നിരിക്കൽ 300 തവണ അല്ലെങ്കിൽ 100 തവണ, 300 തവണ ചൊല്ലാൻ സമയം കിട്ടുന്നില്ല എങ്കിൽ 100 തവണ ദിവസവും ചൊല്ലാം. ഈ ഇസ്തിഗ്ഫാർ ചൊല്ലിയതിന് ശേഷം അതിന് തൊട്ടുടനെ ഈ ഇസ്തിഗ്ഫാർ ചൊല്ലിയ ശേഷം തന്നെ 11 തവണ ഈ റബ്ബിഗ്ഫിർലി പറയുന്ന ദുആ ചൊല്ലാനുണ്ടോ. റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അന്തത് തവ്വാബുർ റഹീം. റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ഈ ഒരു ദിക്ർ, ഇത് ഖുർആനിൻ്റെ ഒരു ആയത്ത് കൂടിയിട്ടാണ്. ഇതൊരു 11 തവണ ഈ ഒരു ഇസ്തിഗ്ഫാറിന് ശേഷം ഉടനെ എന്ത് ചൊല്ലുക. ഇത് ദിവസേന പതിവാക്കുക. ഒന്നാമത്തെ മാർഗ്ഗം അതാണ്. എന്താണ് ഒന്നാമത് ചെയ്യേണ്ടത്? എന്താ? ആദ്യം 300 അല്ലെങ്കിൽ 100 ചൊല്ലാൻ ശ്രമിക്കുക ഇൻഷാ അല്ലാഹ്. ഇനി പറ്റിയില്ല എങ്കിൽ ഒരു 100 എണ്ണം ചൊല്ലുക, ഇസ്തിഗ്ഫാർ ചൊല്ലുക. ആ ഇസ്തിഗ്ഫാറിന് ശേഷം റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അന്തത് തവ്വാബുർ റഹീം എന്ന ഈ ഒരു ദിക്ർ എന്ത് ചെയ്യുക, അതിന് ശേഷം ചൊല്ലുക 11 തവണ ഇൻഷാ അല്ലാഹ്. അത് ഒന്നാമത്തെ അമൽ. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കിത്തരട്ടെ. ആ വ്യക്തിയുടെ പാപങ്ങൾ മാപ്പാക്കും എന്നതോടൊപ്പം തന്നെ ജീവിതത്തിലെ വഴികൾ, അള്ളാഹു ഖൈറിൻ്റെ വഴികൾ, അദ്ദേഹത്തിൻ്റെ ഹാജത്ത് പൂർത്തീകരണത്തിൻ്റെ വഴികൾ അള്ളാഹു തുറന്നു കൊടുക്കുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചിരുന്നു. രണ്ടാമത്തെ മാർഗം സൂറത്തുൽ ഇഖ്ലാസിൻ്റെ അമലാണ്. ഇഖ്ലാസ് സൂറത്ത്, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത്, അല്ലേ? ഈ പറഞ്ഞ അമൽ നിങ്ങൾക്ക് അറിയാലോ, ആദ്യം പറഞ്ഞത്. ഇനി രണ്ടാമത്തെ എന്താ? സൂറത്തുൽ ഇഖ്ലാസിൻ്റെ അമൽ. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് പറഞ്ഞുതരാം. ദിവസം എത്ര പ്രാവശ്യം ചൊല്ലണം? ഒരു ദിവസം പറ്റുന്നത് ഇതിനു വേണ്ടി തയ്യാറായപ്പോൾ നമുക്ക് ആവശ്യ പൂർത്തീകരണം എന്താണോ നടക്കേണ്ടത്, എന്താണോ ഹാജത്തുള്ളത്, അത് മനസ്സിൽ കരുതിക്കൊണ്ട് ഏതെങ്കിലും ഒരു ദിവസം ഇതിനു വേണ്ടി മെനക്കെട്ടാൽ മതി ഇൻഷാ അല്ലാഹ്. ദിവസം എന്ത് ചെയ്യണം? 1000 തവണ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് എന്ത് ചെയ്യുക, ഊതാം. അത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വിഭജിച്ച് വേണമെങ്കിൽ ഓതാം. അപ്പോൾ അതായത് നമുക്ക് നിശ്ചിത ദിവസം കണക്കാക്കിയിട്ട്, ഇപ്പോൾ 3 ദിവസം കൊണ്ട് എന്ന കണക്കാക്കി ഓരോ ദിവസം നിശ്ചിത എണ്ണം 333 അങ്ങനെ വെച്ചിട്ടൊക്കെ എന്ത് ചെയ്യാം, നമുക്കത് ഓതി പൂർത്തിയാക്കാം. 1000 നിയ്യത്താക്കാം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യാം, ഈ 1000 ഇഖ്ലാസ്
നമ്മുടെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഓതി പൂർത്തീകരിക്കുക. ശേഷം എന്ത് ചെയ്യുക, നല്ലതുപോലെ അള്ളാഹുവിൻ്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. ഒറ്റയ്ക്ക് ദുആ ഇരുന്നാൽ മതി, ആരെയും കാണിക്കണമെന്നൊന്നുമില്ല. നമ്മുടെ ആവശ്യം പറഞ്ഞുകൊണ്ട് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട്, അതായത് കണ്ണിൽ നിന്നും ഒരു തുള്ളിയെങ്കിലും കണ്ണുനീര് വരുന്ന രൂപത്തിലുള്ള ദുആ ചെയ്യുക എന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരുന്നത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയണ്ടല്ലോ, നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ കരയണം. ഇനി കരയാൻ പറ്റണില്ലെങ്കിലോ കരയുന്നത് പോലെ ആംഗ്യം കാണിക്കുകയെങ്കിലും ചെയ്യണം, ആക്ഷൻ കാണിക്കുകയെങ്കിലും ചെയ്യണം. ആ ദുആക്ക് ഇജാബത്ത് കിട്ടാനുള്ള ഒരു വഴിയായിട്ട് മഹാനവറുകൾ പഠിപ്പിച്ചതെന്നാണ്. ഇത്തരത്തിൽ തന്നെ ഈ 1000 തവണ ഇഖ്ലാസ് സൂറത്ത് ഓതിയതിനു ശേഷം എന്ത് ചെയ്യാം, ദുആ ഇറക്കുക. ഒറ്റയ്ക്ക് ദുആ ഇറക്കുമ്പോൾ ഒന്ന് കരഞ്ഞുകൊണ്ട് ദുആ ഇറക്കുക, ആവശ്യം നടന്നു കിട്ടുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചു. രണ്ടാമത്തെ അമലതാണ്, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റൂല ഇൻഷാ അല്ലാഹ്. ഇനി മൂന്നാമതായി പഠിപ്പിച്ചുതരാം. മഹാന്മാർ പറയാണ്, മഹാനായ യൂനുസ് ബിൻ മത്താ അലൈഹിസ്സലാം, യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പ്രശ്നകാലത്ത് പരിഹാരം ലഭിച്ച ദിക്ർ, നമുക്കൊക്കെ അറിയുന്ന ദിക്റാണ് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ ദിക്ർ ചൊല്ലുന്നവർക്ക് പ്രശ്നപരിഹാരം ലഭിക്കുമെന്ന് പല വീഡിയോകളിലും നമ്മൾ മുമ്പ് ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആവശ്യ പൂർത്തീകരണത്തിന് ഈ ഒരു ഈ ഒരു ദിക്ർ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുക? മഹാന്മാർ പഠിപ്പിച്ചു തരാണ്. എന്ത്, ഈ ഒരു നിശ്ചിത കണക്ക് പറയുന്നു. ഒന്നിക്ക് 100 തവണ ചൊല്ലാം, അല്ലെങ്കിൽ 300 തവണ ചൊല്ലാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചൊല്ലാം. ഇനി അതിനേക്കാൾ കൂടുതൽ 1000 പ്രാവശ്യം ഈ ഒരു ദിക്ർ ചൊല്ലാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചൊല്ലാം. 100 തവണയോ നീ കൂടുതൽ ചൊല്ലാൻ പറ്റുമെങ്കിൽ 300 തവണയോ, അതിനേക്കാൾ കൂടുതൽ ചൊല്ലാൻ പറ്റുമെങ്കിൽ 1000 തവണയോ എന്ത് ചെയ്യാം, ഈ ഒരു ദിക്ർ ചൊല്ലാം. അതായത് 3 ഇരട്ടി കൂടുതലായിട്ട് എന്ത് ചെയ്യുക, ചൊല്ലാം. അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ ആ എന്താവശ്യം വെച്ചാണോ, എന്തുദ്ദേശം വെച്ചാണോ അദ്ദേഹം അത് ചൊല്ലിയത്, ആ ആവശ്യം റബ്ബ് സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ചു കൊടുക്കും. ഇത് ചൊല്ലേണ്ടത് ഒരു ദിവസം കൊണ്ട് ചൊല്ലി തീർക്കണം. 1000 തവണ ചൊല്ലാൻ പറയുമ്പോൾ ഏതെങ്കിലുമൊക്കെ ദിവസം ചൊല്ലി തീർക്കാണെന്നോ അല്ല, ഒരു ദിവസം കൊണ്ട് ഈ ഒരു ദിക്ർ നിയ്യത്താക്കിയിട്ട് ചൊല്ലി തീർക്കുക. ആ ആവശ്യം അള്ളാഹു നടപ്പാക്കി കൊടുക്കുന്നതാണ് എന്ന് അതും പറയുന്നുണ്ട്. ആത്മാർത്ഥമായതിനു ശേഷം ദുആ ചെയ്യണമെന്ന്. എല്ലാ കാര്യങ്ങളും ചോദിക്കുമ്പോഴും ശേഷം റബ്ബിനോട് നമ്മൾ ദുആ ഇറക്കണം ആത്മാർത്ഥമായിട്ട്. വെറുതെ ദിക്ർ ചൊല്ലിക്കൊണ്ട് മാത്രം കാര്യമില്ല, റബ്ബിനെ ഏൽപ്പിക്കുകയാണല്ലോ. അള്ളാഹു ഞാനിത് ചൊല്ലിയിട്ടുണ്ട്, നീ എനിക്ക് പരിഹാരം നൽകണേ അല്ലാഹ് എന്ന്, അല്ലേ? മൂന്നാമത്തെ അമൽ അതാണ്. ഇനി 4മതായ ഒരു അമൽ കൂടെ പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. 4മതായ അമൽ അത് തഹജ്ജുദ് നിസ്കാരവും സ്വതക്കയുമാണ്. എല്ലാ ദിവസവും തഹജ്ജുദ് നിസ്കരിക്കുക, എന്തെങ്കിലും ഒരു കാര്യം സ്വതക്ക കൊടുക്കുക. സ്വതക്ക കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലക്ഷങ്ങൾ കൊടുക്കണമെന്നില്ല, ഒരു 10 രൂപ കൊടുത്താലും മതി. ഒരു 10 രൂപ നമ്മുടെ കയ്യിലുണ്ട്, ഒരു 5 രൂപയുണ്ട്, എന്ത് ചെയ്യുക, ഒരു സാധുവിന് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു പള്ളിയുടെ പാട്ടയിലിടുക, എന്തെങ്കിലും പള്ളിയുടെ പണി നടക്കുമല്ലോ, എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, സാധുക്കൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു പാട്ടയിൽ അത് ഇട്ട് കൊടുക്കുക. നമ്മൾ നല്ല നീയത്ത് വെച്ച് ചെയ്താൽ മതി. ഒരു സ്വതക്ക കൊടുക്കുക, അതുപോലെ തന്നെ തഹജ്ജുദ് നിസ്കാരം നിസ്കരിക്കുക. ഇത് ചെയ്യേണ്ടത് 10 രൂപയാണെങ്കിലും കൊടുത്താൽ മതി കേട്ടോ. തഹജ്ജുദ് നിസ്കാരം എല്ലാ ദിവസവും നിർബന്ധമായി നമ്മൾ നിസ്കരിക്കാൻ തയ്യാറാകാം. നമ്മുടെ ആവശ്യം നിറവേറിക്കിട്ടും ഇൻഷാ അല്ലാഹ്. നിങ്ങളത് ചെയ്തു നോക്കി, അള്ളാഹു തൗഫീഖ് നൽകും. ഇനി നമ്മൾ ആ ചെയ്യുന്ന തഹജ്ജുദ് കൊണ്ട് നമ്മളുടെ ദുആഇന് ഇജാബത്തുള്ളവരായി നമ്മൾ മാറും. രണ്ടാമത്തെ സ്വതക്ക കൊടുക്കൽ കൊണ്ട് നമ്മളിലുള്ള ബലാഉകളെ നീങ്ങിക്കിട്ടും, തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. അപ്പോൾ ഈ 2 കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം റാഹത്തായ ഹാജത്ത് പൂർത്തീകരിച്ച് കിട്ടും ഇൻഷാ അല്ലാഹ്. ഈ പറഞ്ഞ സംഗതികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ചില അമലുകളാണ്. അപ്പോൾ ഒരുപാട് കാലമായിട്ട് ആവശ്യങ്ങൾ നിറവേറി കിട്ടണമെന്നും പറഞ്ഞ് ഇങ്ങനെ കറങ്ങി നടക്കുന്ന, അല്ലെ അതിനുവേണ്ടി പരിശ്രമിക്കുന്ന, പ്രയത്നിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ വഴി വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയതാണ്. അള്ളാഹു നമ്മുടെ കാര്യങ്ങളൊക്കെ റാഹത്താക്കി തരട്ടെ, സന്തോഷം നൽകട്ടെ, ജീവിതത്തിൽ ഉയർച്ച നൽകട്ടെ, മനസ്സിൻ്റെ മുറാദുകളൊക്കെ അള്ളാഹു ഹാസിലാക്കി തരട്ടെ ഇൻഷാ അല്ലാഹ്. വിഷമങ്ങൾ അനുഭവിക്കുന്നവരിലേക്ക് നിങ്ങളതൊന്ന് എത്തിച്ചു കൊടുക്കാം. അവർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് നമ്മൾ കാരണം ഒരു സാന്ത്വനം ലഭിച്ചാൽ അത് നമുക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യമാണ്, നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ അമലാണ്, അല്ലേ? അവർക്ക് അള്ളാഹു കൂലി കൊടുക്കുന്നതോടൊപ്പം നമുക്കും കൂലി കിട്ടും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. വ ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.